ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കിടിലം സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോ ക്ലിപ്പിൻ്റെ ഇടയിലും പറയുന്ന പോലെ തന്നെ നേരിട്ട് പോയി കണ്ടെടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. വീഡിയോയിൽ കോഡ് നമ്പറാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ചാനലുമായിട്ട് സെയിൽ ചെയ്യണം, പെറ്റ്സ് ബേഡ്സ് സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസും ഡീറ്റെയിൽ അയച്ചു തന്നാൽ മതി. ഇതേപോലുള്ള വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ തിരക്ക് കുറേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ആരും കൊളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ആവശ്യമില്ലാതെ കുറേ ഒരു കോൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചു പിള്ളേരാണ് കൂടുതലും വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്ന ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആരായിരുന്നാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കോള് എടുക്കാറില്ല, ഒരുപാട് കോള് വരുന്നതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലൂട്ടിന ഓറഞ്ച് ഫേസും ലൂട്ടിന പീച്ചും കൂടെ ആയിട്ട് വന്നിട്ടുള്ള പെയറാണ് വന്നിട്ടുള്ളത്. 3 മാസം ഏജ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 600 രൂപയാണ് പീസ് റേറ്റ്. പെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെയറായിട്ട് തരുന്നതായിരിക്കും, പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പീസായിട്ട് തരുന്നതായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അവൈലബിൾ ആണ്. നമുക്കത് വരും ക്ലിപ്പിലായിട്ട് കാണാം. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് യെല്ലോ ഫിഷറാണ് വന്നിട്ടുള്ളത്. യെല്ലോ ഫിഷറും അതോടൊപ്പം തന്നെ ഗ്രീൻ ഫിഷറും കൂടെ ആയിട്ട് വന്നിട്ടുള്ള പെയറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെയും പീസ് റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്ന 600 രൂപയാണ്. അപ്പോൾ ഒരുപാട് ബേഡ്സ് അവൈലബിൾ ആണ്. പെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തരുന്നതായിരിക്കും, സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിലും തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പെയർ ഗ്രീൻ ഫിഷറാണ് വന്നിട്ടുള്ളത്. ഈ ഗ്രീൻ ഫിഷറിൻ്റെയും പീസ് റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 600 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. 3 മാസം ഏജ് ആയിട്ടുള്ള ബേഡുകൾ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരിട്ട് പോയി കണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഗ്രീൻ ഓറഞ്ച് ഫേസും ഒലിവ് പീച്ചും കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയും പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത് 600 രൂപ തന്നെയാണ്. 3 മാസം ഏജ് ആയിട്ടുള്ള ബേഡുകൾ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിലാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 7 മാസം ഏജ് ആയിട്ടുള്ള ഡോഗാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് ചേർത്തലയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 2 കേട്ടോ. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 22,000 രൂപയാണ്. ഈ ഡോഗിൻ്റെ റേറ്റ് വരുന്നത് നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നത് തന്നെയാണ്. KC സർട്ടിഫിക്കറ്റ് ഇല്ല. താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കാറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് 1 വർഷം ഏജ് ആയിട്ടുള്ള കാറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിമാലയനും പേർഷ്യനും കൂടെ ക്രോസ് ആയതാണ്. 4,500 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്ന പാലക്കാടാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 1 വർഷം ഏജ് ആയിട്ടുള്ള കാറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 4,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മാക്സിമം നേരിട്ട് പോയി കണ്ടെടുക്കുക. അടുത്ത് നമുക്ക് കാറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ഫീമെയിൽ കാറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 3 മാസം ഏജ് ആയിട്ടുള്ളതാണ്. ഡോൾ ഫേസ് ആണ്. 3,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കോഡ് നമ്പർ 4 കേട്ടോ. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് തന്നെയാണ് ഇതിൻ്റെയും ലൊക്കേഷൻ. 3,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫീമെയിലാണ്. വാങ്ങുമെന്നുള്ളവർക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യാം. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 3 പശുവാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 5 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാനായിട്ട് അവരെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. നല്ല രീതിയിൽ തന്നെ റേറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 5 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പൊമേറിയൻ പപ്പീസാണ് വന്നിട്ടുള്ളത്. 45 ദിവസമായിട്ടുള്ള കുറേയധികം പപ്പീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2,500 രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് റേറ്റ് ചൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് 3 മെയിലും 3 ഫീമെയിലും വാങ്ങാനായിട്ട് സാധിക്കും. ലൊക്കേഷൻ വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വരുന്നത്. കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2,500 രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് റേറ്റ് ചൂസ് ചെയ്യുന്നത്. 3 മെയിലും 3 ഫീമെയിൽ പപ്പീസും വാങ്ങാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. സ്ഥലം വരുന്നത് കൊല്ലത്താണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം പറവ് മെയിൽ ബേർഡാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ബൾക്ക് റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 300 രൂപയാണ് പീസ് റേറ്റ്. എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് 300 രൂപയ്ക്ക് തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് ലൊക്കേഷൻ വരുന്നത്. കോഡ് നമ്പർ 7
7 മെയിൽ അവൈലബിൾ ആണ് കേട്ടോ. 300 രൂപയാണ് ബൾക്ക് റേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 450 രൂപയ്ക്ക് പീസായിട്ട് തരുന്നതായിരിക്കും. ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയാണ്. മാക്സിമം നേരിട്ട് പോയി കണ്ടെടുക്കുക. കോഡ് നമ്പർ 7 ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം പറവപ്രാവാണ് വന്നിട്ടുള്ളത്. നല്ല റിസൾട്ടുള്ള കുറേയധികം പറവപ്രാവാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇതിൻ്റെ റേറ്റായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 500 രൂപയാണ് പീസ് റേറ്റ്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് മെയിലും ഫീമെയിലായിട്ടുള്ള ഒരുപാട് പറവപ്രാവ് കാണാനായിട്ട് സാധിക്കും. ഏതെടുത്താലും പീസ് റേറ്റ് 500 രൂപയാണ്. ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്താണ്. മാക്സിമം നേരിട്ട് പോയി കണ്ടെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലുള്ള കിടിലം സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് ഡെയിലി 7 മണിക്ക് നമ്മുടെ ചാനൽ വഴിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ മാക്സിമം നേരിട്ട് പോയി കണ്ട് ഏത് ബെഡ്സോ എടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കോഡ് നമ്പർ 8 ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം ഫാൻറ്റയിൽ പ്രാവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 400 രൂപയാണ് പീസ് റേറ്റ്. ടോട്ടൽ 14 പീസ് അവൈലബിൾ ആണ് കേട്ടോ. പീസ് റേറ്റ് 400 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് ലൊക്കേഷൻ വരുന്നത്. പല നിറത്തിലുള്ള ഒരുപാട് ഫാൻറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. 14 പീസാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. പീസ് റേറ്റ് 400 രൂപയാണ് കേട്ടോ. താല്പര്യമുള്ളവർ കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം പറവപ്രാവുകളാണ് വന്നിട്ടുള്ളത്. 500 രൂപയ്ക്കും 750 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് പീസ് റേറ്റ് ആയിട്ട് പറവ വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല നമുക്ക് അടുത്ത ക്ലിപ്പിലായിട്ട് കാണാവുന്നതാണ്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഡ് നമ്പർ 10 ആണ് കേട്ടോ. 500 രൂപയും 750 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് പോയി കണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. റേറ്റ് ഒന്നും കൂടെ പറയുകയാണ് 500 രൂപയും 750 രൂപയ്ക്ക് വന്നിട്ടുള്ള കുറേയധികം പറവപ്രാവാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പം കുറേ വീഡിയോസ് വരുന്നത്. ഡെയിലി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഞാൻ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും. അതോടൊപ്പം തന്നെ മാക്സിമം ഞാൻ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും. കുറേ തിരക്കാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇനി അടുത്തൊരു കിളിയം വീഡിയോ വരുന്നവർ ബൈ.